ഏതൊരു സെക്ഷൽ അബ്യൂസിൻ്റെ ന്യൂസ് പുറത്ത് വന്നു കഴിഞ്ഞാലും ഒരുപാട് കമൻസ് ഉണ്ടാവും ആ സെക്ഷനിൽ. ഇപ്പോൾ ന്യൂസ് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളുമായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതൊരു സിനിമ അല്ലെങ്കിൽ മൂവി എൻ്റർടൈൻമെൻറ്റിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരുവിധം എല്ലാ പ്രൊഫഷനിലും അല്ലെങ്കിൽ പ്രൊഫഷൻ ഇല്ലാതെ നമ്മൾ റൂറൽ വില്ലേജ് ഏരിയാസിലും ഒക്കെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ റിഫ്ലക്ഷനാണ്. ആൻഡ് ആസ് എ സൈക്കോളജിസ്റ്റ് ഐ ക്യാൻ സീ ദാറ്റ് എവിഡൻ്റ്ലി എന്നുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഡയലോഗ് അബൌട്ട് ദിസ് എമംഗ് ദി മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആസ് വെൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു കാര്യം ന്യൂസ് ആയിട്ട് വരുമ്പം അല്ലെ പുറത്ത് പറയുന്ന സമയത്ത് ഈവൻ നമ്മളെയൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണോ അവർക്ക് ബോധം വന്നിട്ടുള്ളത് എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് യെസ്, അവർ കുറേ കാലം കഴിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ദർ ആർ വാലിഡ് റിസർച്ച് ബേസ്ഡ് അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് റീസൺസ് ഓൺ വൈ ദിസ് ഹാപ്പൻസ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ വരാൻ സമയമെടുക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിലൈഡ് റിയലൈസേഷൻ ഓഫ് ദി സെക്ഷൽ അസോൾട്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചുറ്റും സംഭവിക്കുന്നു. നമ്മളെ ഇപ്പം മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫ്ലൈറ്റ്, ഫൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും മനസ്സിലായി വരില്ല. ആൻഡ് ആ റിയലൈസേഷൻ വരാൻ ലേറ്റ് ആവുന്നത് കാരണം തന്നെ റിയലൈസേഷൻ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമോ, സൊസൈറ്റി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ ആദ്യം ചോദിക്കുക. കാരണം അതും ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. സോ അങ്ങനെ റിയലൈസേഷൻ വരുന്ന സമയത്തേക്ക് ഒരു സൊസൈറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയിട്ട് ഭയങ്കര കൺസേൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ റിയലൈസേഷൻ വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ആ ഒരു നമുക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ ആലോചിക്കുന്ന സമയം എന്നുള്ളത്. സോ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രോമ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്തോ നമ്മളെ ഇമോഷണൽ ഏരിയാസ് ഓഫ് ബ്രെയിൻ വളരെ ആക്റ്റീവ് ആയിരിക്കും. അത് കാരണം തന്നെ നമ്മൾ ഫിയർ ബേസ്ഡ് ആയിട്ടായിരിക്കും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് റീസൺ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ ഇമോഷണൽ സ്ട്രഗിൾസും പെയിനും ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. ആ സമയം എടുക്കുന്ന സമയത്തേക്ക് ആൾക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ടോ കാര്യങ്ങളോ ചുറ്റും ഉണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട് അവിടെ. ആൻഡ് ദ തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിറ്റാലിയേഷനോടുള്ളൊരു പേടി എന്നുള്ളതാണ്. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അത് ആൾക്കാർ പ്രതികാരത്തോടു കൂടെ കാണൂ എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ഫിയർ ഓഫ് റിറ്റാലിയേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇന്ത്യയിൽ ആണെങ്കിൽ പോലും ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് മോർ ദൻ ദാറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കോർട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് വിധികളും സ്റ്റഡീസും ഒക്കെ നടന്നിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഡൽഹി ഗ്യാങ് റേപ്പ് കേസുമായിട്ട് നടന്നിട്ട് അല്ലെങ്കിൽ അതിനനുബന്ധിച്ച് വന്നിട്ടുള്ള ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതായത് 2013 ഇത് പുറത്തു വരുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ ആർ lot of critical factors because of which woman doesn't report അല്ലെങ്കിൽ come forward and report such sexual assault on the face of happening, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് പുറത്ത് പറയാത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ റീസൺ ആയിട്ട് പറയുന്നത് റിറ്റാലിയേഷൻ, അതായത് പ്രതികാരം ചെയ്യും എന്നുള്ള പേടി തന്നെയാണ്. സോ ഇതിൽ തന്നെ ഏറ്റവും പ്രോമിനൻറ്റ്, അതായത് പ്രതികാരം ചെയ്യുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കോൺസിക്വൻസസ് വരുന്നത് പലപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയുന്ന ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ആവുന്ന സമയത്താണ്. കാരണം അവരെന്തിന് കേപ്പബിൾ ആണ്, അവർ എത്രത്തോളം പവർഫുൾ ആണ്, അവരെന്തൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് സിമിലർ ആയിട്ട് തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടന്നിരുന്നു. ദിസ് വാസ് എ 4th നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വിച്ച് വാസ് ഡൺ ഇൻ 2015-16 ടൈമിൽ. ഇതിൽ ഡൊമസ്റ്റിക് ആൻഡ് സെക്ഷൽ വയലൻസിനെ പറ്റിയിട്ട് ഒരുപാട് റിപ്പോർട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും എഗെയിൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇൻറ്റിമേറ്റ് പാർട്ട്ണറിൻ്റെ വയലൻസ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓർ പീപ്പിൾ ഇൻ പവർ എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണ് ബുദ്ധിമുട്ടുള്ളത്, ഈ പ്രതികാരത്തിന് എത്ര പേടിക്കുന്നുണ്ട് ആൾക്കാർ എന്നുള്ളത് വലിയ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ തന്നെയാണ്. ആൻഡ് ദ തേർഡ് റിപ്പോർട്ട് ഇസ് ബൈ ദി സെൻറ്റർ ഫോർ എൻക്വയറി ഇൻ ടു ഹെൽത്ത് ആൻഡ് അലൈഡ് തീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് തന്നെയുള്ള ഒരു സെക്ഷൽ വയലൻസസിനെ പറ്റി അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മിറ്റി. ഇങ്ങനെയൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കത്തിനോ കമൻറ്റ് ചെയ്യാനോ ഒന്നുമല്ല. പക്ഷേ നേരെ മറിച്ച് ഇനിയെങ്കിലും ഇത്തരത്തിൽ ഇതെന്നല്ല ഏത് ഇങ്ങനത്തെ ഒരു സോഷ്യൽ ഇഷ്യൂലാണെങ്കിലും ഹേറ്റഡ് കമൻറ്റ്സ് വെക്കുന്ന സമയത്ത് വെക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പൂർണ്ണമായിട്ടും, പക്ഷേ വെക്കുന്ന സമയത്ത് കുറച്ച് സെൻസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക. എന്തുകൊണ്ടായിരിക്കും എന്നൊരു പെർസ്പെക്റ്റീവ് എടുത്തിട്ട് അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയുക എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നി.